മഞ്ഞൾ ശോഭയുടെ കാര്യം കട്ടപ്പുകയായി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം BJPയിലെ ചില പ്രത്യേക അന്വേഷണ സംഘം മഞ്ഞൾ ശോഭയുടെയും 2 കൗൺസിലർമാരുടെയും തലയിൽ വെച്ച് റിപ്പോർട്ട് കൊടുത്തു. രാവന്തിയോളം പണിയെടുത്ത മഞ്ഞൾ ശോഭയെ തോൽവിയുടെ പേരിൽ പാർട്ടിയുടെ മൂലയിലേക്ക് ചവിട്ടിക്കൂട്ടാനുള്ള പുതിയ അവസരത്തിന് വഴി തുറന്നിരിക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ശോഭാ സുരേന്ദ്രൻ്റെ ഫ്ലെക്സ് ഉയർന്നത് മുതൽ ട്രീ കട്ടർ ചാനൽ മുതലാളിയുമായിട്ടുള്ള ഏറ്റുമുട്ടൽ വരെയുള്ള പല സംഭവവികാസങ്ങൾ പാർട്ടിക്ക് വലിയ കോട്ടം തട്ടിച്ചിട്ടുണ്ടെന്നാണ് ചില നേതാക്കന്മാരുടെ അടക്കം പറച്ചിൽ. പലരും നേരിട്ട് പറയുന്നില്ലെങ്കിലും ശോഭാ സുരേന്ദ്രൻ ചരട് വലിച്ചു, കുറച്ച് കൗൺസിലർമാരെയും കൂട്ടുപിടിച്ച് സന്ദീപ് വാര്യരുമായി ചേർന്ന് നടത്തിയ നീക്കങ്ങൾ വലിയ തോതിൽ തിരിച്ചടിയായെന്നും വോട്ട് മറിയാൻ കാരണമായി എന്ന വിലയിരുത്തലുമുണ്ട് എന്നാണ് സൂചന. ചില BJP നേതാക്കന്മാരോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ സ്വഭാവം വച്ചിട്ട് അക്കാര്യങ്ങൾ പരസ്യമായി പറഞ്ഞാൽ അവർക്കെതിരെ അവർ പൊട്ടിത്തെറിക്കുമെന്ന ഭയപ്പാടാണ് തുറന്നു പറയാൻ മടി കാണിക്കുന്നത്. എന്തായാലും പാർട്ടിക്കെതിരെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ശോഭാ സുരേന്ദ്രൻ നീക്കം നടത്തുന്നുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് പലതരത്തിൽ ആക്ഷേപം ഉയർന്നു വന്നിട്ടുണ്ട്. നേരത്തെ V മുരളീധരനുമായിട്ട് പലപ്പോഴും കൊമ്പ് കോർത്തിട്ടുള്ളതുകൊണ്ടും ആ വിഭാഗക്കാരുടെ പകയ്ക്ക് കൂടി ഇരയാകുന്നുണ്ട് എന്നാണ് ആക്ഷേപം. അവസരം കിട്ടിയാൽ ശോഭാ സുരേന്ദ്രനെ വീണ്ടും കർട്ടൻ്റെ പിന്നിലേക്ക് തള്ളി മാറ്റാനുള്ള പരിശ്രമം നടക്കുന്നതിനിടയിലാണ് പാലക്കാട് BJP A++ കാറ്റഗറിയിൽപ്പെടുത്തി വിജയിക്കുമെന്ന് ഉറപ്പിച്ചിരുന്ന മണ്ഡലത്തിൽ കാലുവാരലിലൂടെ പരാജയപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിന് പിന്നിൽ സുരേന്ദ്രനെ തെറിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കമെന്നാണ് അനുമാനം. അതിന് കൃത്യമായ ഗൂഢാലോചന നടത്തി കൗൺസിലർമാരുമായി ചേർന്ന് വോട്ട് മറിച്ചു എന്നും പാർട്ടിക്ക് സ്വാധീനമുള്ള മുനിസിപ്പാലിറ്റി മേഖലയിൽ വോട്ട് കുറയാൻ കാരണം ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ നീക്കം കൊണ്ടാണെന്നാണ് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ നേതൃത്വം കടുത്ത അതൃപ്തിയിലാണ്. റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് ഉടനടി നടപടി ഉണ്ടാകുമെന്നും സൂചനയുണ്ട്. മഞ്ഞൾ ശോഭയെ വെട്ടി വെയിലത്ത് വയ്ക്കുക എന്നുള്ളതാണ് നേതൃത്വത്തിൻ്റെ ആഗ്രഹം. അതിന് എരിവും പുളിയും ചേർക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ട് തന്നെയാണ് അന്വേഷണ കമ്മീഷൻ ഇത് സംബന്ധിച്ച് നേതൃത്വത്തിന് നൽകിയിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ പണിയെടുത്തു എന്നൊക്കെ കൃഷ്ണകുമാറും സുരേന്ദ്രനൊക്കെ പറയുന്നുണ്ടെങ്കിലും ഉള്ളാലെ അവർ ചെയ്ത പ്രവർത്തനം എന്താണെന്നും ഫ്ലെക്സ് ബോർഡ് വെച്ചതുമായി ബന്ധപ്പെട്ട അതൃപ്തിയും എല്ലാം കൂടി ചേരുമ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ ഭാവി മിക്കവാറും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് റിപ്പോർട്ടോടുകൂടി അവസാനിക്കാനുള്ള വഴിയൊരുങ്ങുകയാണ്.